കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 14 യാത്രക്കാർക്ക് തെരുവ് നായയുടെ കടിയേറ്റു. ബുധനാഴ്ച വൈകിട്ടോടെയായിരുന്നു തെരുവ് നായയുടെ ആക്രമണം. പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. റെയിൽവേ സ്റ്റേഷനിലെത്തി പാർക്കിങ്ങിൽ പോയതാണ്. അപ്പോൾ പാർക്കിൽ നിന്ന് വെച്ചാണ് വേറൊരു സ്ത്രീനെ ആദ്യം ഈ ഡോഗ് അറ്റാക്ക് ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കാലിൽ കടിച്ചു. അപ്പോൾ ബ്രദർ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെ ഞാൻ കട്ടിയുള്ള ജീൻസ് ഇട്ട് കാരണം മുറിവ് അത്ര ഡീപ്പല്ല. ബാക്കി മുണ്ടെടുത്ത ആൾക്കാരുടെയൊക്കെ കാല് നന്നായിട്ട് ഫ്ലഷ് ഇങ്ങനെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. നല്ല ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വന്നു ജില്ലാ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് കുറേ കേസസ് കണ്ടത്. അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഓൾറെഡി 4-5 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പാർക്കിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നത്, ബൈക്കെല്ലാം പാർക്കിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്ന സൈഡിൽ നിന്നുണ്ടായി. പക്ഷേ 3:30-4 എക്സാക്ട് ടൈം ഓർമ്മയില്ല. ആ ഒരു ടൈമുണ്ട്. എന്നെ കടിച്ചതിന് ശേഷം വേറെ ഒരു ലേഡീനെ കടിക്കുന്ന കണ്ടിനായിരുന്നു. അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് അറിയില്ല. ഇവിടത്തേക്ക് വന്നിട്ടില്ല. കുറേ ആൾക്കാരുണ്ട്. കാരണം അകത്ത് കുറേ ആളെ കടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പുറത്തായതുകൊണ്ട് പിന്നെ ആ ഒരു ഏരിയ കണ്ടില്ലല്ലോ. പിന്നെ ബൈക്കുള്ളതുകൊണ്ട് സ്ട്രൈറ്റ് ഞാൻ ഇങ്ങോട്ട് എടുത്തു. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോമിലെ ട്രെയിൻ അറിയാൻ പറ്റും. വന്ദേ ഭാരതിന് പോകേണ്ടായിരുന്നു. അപ്പോൾ അകത്ത് അവിടെ വന്ന സമയത്ത് ആ കൗണ്ടറിൽ അവിടെ എത്തിയതേ ഉള്ളൂ. ടിക്കറ്റ് കൗണ്ടറിൽ അകത്താണ്, റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത്. അപ്പോഴാണ് പെട്ടെന്ന് വന്ന് സഡനായിട്ട് വന്ന് ഒരു അടി അടിച്ച് അവിടെ താഴെ ഇട്ടു. രണ്ടാമത് കടിക്കാൻ നോക്കുമ്പോൾ തട്ടിയിട്ട് പോയി. ചെറിയ കുട്ടിയുടെ കയ്യിലുണ്ട് ഞങ്ങളുടെ. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, 14 പേർക്കാണ് നായയുടെ കടിയേറ്റത്. സ്വാഭാവികമായും റെയിൽവേ സ്റ്റേഷനിലെത്തുന്നവർ വലിയ ഭീതിയിലായിരിക്കും. ഈ അക്രമകാരിയായ നായയെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? അർജുൻ, വലിയ ഭീതിയിൽ തന്നെയാണ് യാത്രക്കാരെല്ലാവരും ഉള്ളത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ ബുധനാഴ്ച രാവിലെ മുതൽ, അതായത് ഇന്ന് രാവിലെ മുതൽ തന്നെ തെരുവ് നായയുടെ പരാക്രമം തുടങ്ങിയിരുന്നു. ശുചീകരണ വിഭാഗത്തിലെ തൊഴിലാളിയുടെയും മറ്റൊരു യാത്രക്കാരന്റെയും വസ്ത്രങ്ങളാണ് ഈ തെരുവ് നായ ആദ്യം കടിച്ച് കീറിയത്. ഉച്ചയ്ക്ക് ശേഷമാണ് പരക്കെ യാത്രക്കാരെ കടിക്കാൻ തുടങ്ങിയത്. 12 പേർക്ക് ഈ ഉച്ചയ്ക്ക് ശേഷം നടന്ന ഈ പരാക്രമത്തിൽ കടിയേൽക്കുകയും ചെയ്തു. ഈ പരിക്കേറ്റവർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണ് ചികിത്സ തേടിയിട്ടുള്ളത്. ഇപ്പോൾ 10 പേർ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഉണ്ട്. എന്തായാലും വലിയ ഭീതി എല്ലാവരിലും ജനിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ആ തെരുവ് നായയുടെ പരാക്രമം ഉണ്ടായത്. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വ്യാപകമായി തെരുവ് നായയുടെ വിളയാട്ടമാണ് നടക്കുന്നതെന്നാണ് യാത്രക്കാർ ഒന്നടങ്കം പറയുന്നത്. ഈ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും അവിടെ തള്ളുന്നത് മൂലം അവിടെ പട്ടിശല്യം രൂക്ഷമാണെന്ന് റെയിൽവേ അധികൃതരും സമ്മതിക്കുന്നുണ്ട്. ക്ലീനിങ് പ്രവൃത്തി നന്നായി നടക്കുന്നുണ്ട് എന്ന് ഈ റെയിൽവേ അധികൃതർ പറയുന്നു. പക്ഷേ പട്ടിശല്യം കുറയുന്നില്ല. ഇതിൽ യാത്രക്കാർ ഇങ്ങനെ ഈ ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും പ്ലാറ്റ്ഫോമിലും മറ്റും ഇടുന്നത് കൊണ്ടാണ് ഇങ്ങനെ തെരുവ് നായകൾ പെരുകാൻ കാരണം എന്നാണ് ഈ റെയിൽവേ അധികൃതർ പറയുന്നത്. റെയിൽവേ അധികൃതർ പറയുന്നത് ഈ തെരുവ് നായ ഇത്രയും രൂക്ഷമായപ്പോൾ കോർപ്പറേഷൻ അധികൃതരെ അടക്കം വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ ഈ തെരുവ് നായകളുടെ എണ്ണം കുറയുന്നില്ല. 3 പ്ലാറ്റ്ഫോമുകളിലും ഇത്തരത്തിൽ തെരുവ് നായകൾ വിളയാടുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഭീതിയോടെ മാത്രമേ റെയിൽവേ സ്റ്റേഷനിലേക്ക് യാത്രക്കാർക്ക് എത്താൻ കഴിയൂ എന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ വ്യാപകമായി ആളുകളെ കടിച്ച, യാത്രക്കാരെ കടിച്ച ആ തെരുവ് പട്ടിയെ പിടികൂടിയിട്ടുണ്ട് എന്ന വിവരമാണ് ഇപ്പോൾ പുറത്ത് വരുന്നത്. എന്തായാലും ഭീതി അകന്നിട്ടില്ല. കാരണം തെരുവ് നായ ഇഷ്ടം പോലെ ഈ ഭാഗത്തൊക്കെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട് എന്ന് യാത്രക്കാരും അതോടൊപ്പം തന്നെ റെയിൽവേ പോലീസ് ഉൾപ്പെടെ എല്ലാവരും ഇപ്പോഴും നമ്മളോട് പറയുന്നുണ്ട്. എന്തായാലും ഈ തെരുവ് നായ ശല്യം നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള കർശനമായ നടപടി കോർപ്പറേഷന്റെയും മറ്റും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് ഈ റെയിൽവേ അധികൃതരും അതോടൊപ്പം തന്നെ യാത്രക്കാരും ഇപ്പോൾ പറയുന്നത്. അർജുൻ.